നമസ്കാരം. പ്രധാന വാർത്തകൾ. ജില്ലാ ജഡ്ജി കമാൽ പാഷ ആനപ്പാന്തം കോളനി സന്ദർശിച്ചു. ആദിവാസികളുടെ ജീവിത നിലവാരം വിലയിരുത്താനാണ് സന്ദർശനം. ജോൽസിൻ TMR കുട്ടിയെ ആക്രമിച്ച സ്വർണവും പണവും കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. കോടാലി ശ്രീധരന്റെ സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ടെക്നോ ലോഡ്ജ് പദ്ധതിക്ക് സർക്കാരിന്റെ അനുമതി. സംസ്ഥാനത്ത് ആദ്യമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പെരിങ്ങണ്ടൂരിൽ സ്കൂൾ വിദ്യാർത്ഥി ഓട്ടോ ഇടിച്ചു മരിച്ചു. റോഡ് മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടം. പെരിങ്ങാട് പാണ്ടിപ്പാണ്ടം ജീപ്പിന്റെ പുനർനിർമ്മാണം തുടങ്ങി. വേലിയേറ്റത്തിലാണ് ജീപ്പ് തകർന്നത്. വാർത്തകൾ വിശദമായി. മറ്റത്തൂർ പഞ്ചായത്തിൽ ആനപ്പാന്തം കോളനിയിലെ ആദിവാസി കുടുംബങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായി ജില്ലാ ജഡ്ജി B. കമാൽ പാഷ കോളനിയിൽ സന്ദർശനം നടത്തി. വെള്ളിക്കുളങ്ങരയ്ക്ക് കിഴക്ക് 15 കിലോമീറ്ററോളം അകലെ ഉൾക്കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആനപ്പാന്തം കോളനി സന്ദർശിക്കാൻ കഴിഞ്ഞ 8 മാസത്തിനിടെ ഇത് 3ാം തവണയാണ് ജില്ലാ ജഡ്ജി എത്തിയത്. ആദിവാസി കുടുംബങ്ങൾക്കുള്ള റേഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ജഡ്ജി ആനപ്പാന്തം കോളനിയിൽ 3ാം വട്ടവും എത്തിയത്. അരി, മണ്ണെണ്ണ, പഞ്ചസാര തുടങ്ങിയ റേഷൻ സാധനങ്ങൾ കൃത്യമായി കോളനിയിൽ എത്തിച്ച് വിതരണം നടത്തുന്നുണ്ടെന്ന് ജില്ലാ ജഡ്ജിക്ക് ബോധ്യപ്പെട്ടു. ആദിവാസി കുടിലുകൾ കയറിയിറങ്ങിയ അദ്ദേഹം ആദിവാസി വീട്ടമ്മമാരോട് റേഷൻ ലഭ്യതയെക്കുറിച്ച് ചോദിച്ചറിയുകയും കുടിലുകളിൽ സൂക്ഷിച്ചിരുന്ന അരിയും പഞ്ചസാരയും മണ്ണെണ്ണയും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. 4 മാസം മുമ്പ് ജില്ലാ ജഡ്ജ് ആനപ്പാന്തം കോളനി സന്ദർശിച്ചപ്പോൾ തങ്ങൾക്ക് ശരിയായി റേഷൻ സാധനങ്ങൾ കിട്ടുന്നില്ലെന്ന് ആദിവാസി സ്ത്രീകൾ പരാതിപ്പെട്ടിരുന്നു. ഇക്കാര്യം ബോധ്യപ്പെട്ട ജഡ്ജി കമാൽ പാഷ ബന്ധപ്പെട്ട റേഷൻ കട സസ്പെൻഡ് ചെയ്യുകയും ഇത് സംബന്ധിച്ച് ഹൈക്കോടതിക്ക് വിശദമായ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ കോളനിയിലെ റേഷൻ വിതരണത്തിൽ അദ്ദേഹം തൃപ്തി പ്രകടിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 11:30 കോളനിയിലെത്തിയ ജഡ്ജി കമാൽ പാഷ ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് മടങ്ങിയത്. RDO CD സജൻ, മുകുന്ദപുരം താലൂക്ക് സപ്ലൈ ഓഫീസർ MK ദേവദാസ്, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ N ലളിത, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സന്തോഷ് കുമാർ തുടങ്ങിയവർ ജഡ്ജിയെ അനുഗമിച്ചിരുന്നു. നീതിപീഠത്തിന്റെ ഇടപെടൽ കാടിന്റെ മക്കൾക്ക് അനുഗ്രഹമായി. പട്ടിണിയും പരിവട്ടവുമായി കാട്ടിനുള്ളിലെ ഇരുണ്ട ലോകത്ത് കഴിഞ്ഞുകൂടുന്ന മറ്റത്തൂർ പഞ്ചായത്തിലെ ആനപ്പാന്തം കോളനിയിലെ 60ഓളം കുടുംബങ്ങൾക്കാണ് ന്യായാധിപൻ ദേവദൂതനായത്. ലോനപ്പന്റെ റിപ്പോർട്ട്. കാടാർ വിഭാഗക്കാരായ ആദിവാസികൾ താമസിക്കുന്ന ആനപ്പാന്തം കോളനിയിൽ തീരാ ദുരിതങ്ങളുമായാണ് ആദിവാസി കുടുംബങ്ങൾ കഴിഞ്ഞുകൂടിയിരുന്നത്. 4 വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കോളനിയിലെ വീടുകൾ ഉപേക്ഷിച്ച് കാട്ടിലെ ചെറങ്കായം വനപ്രദേശത്ത് താൽക്കാലിക കുടിലുകൾ കെട്ടി താമസിക്കുന്ന ഇവരുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് ആദിവാസി സംരക്ഷണ സമിതി അഡ്വക്കേറ്റ് AX വർഗീസ് മുഖേന ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് കോളനിക്കാർക്ക് തുണയായി നീതിപീഠം എത്തിയത്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി ആനപ്പാന്തത്തെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാനായി ജില്ലാ ജഡ്ജിയെ നിയോഗിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ജില്ലാ ജഡ്ജി കമാൽ പാഷ ആദ്യമായി ആനപ്പാന്തം കോളനി സന്ദർശിച്ചത്. ആദിവാസികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയ അദ്ദേഹം ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ കോളനിയിൽ 2ാം വട്ട സന്ദർശനം നടത്തി. റേഷൻ വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ ക്രമക്കേടുള്ളതായി ഈ സന്ദർഭത്തിൽ ജഡ്ജി കമാൽ പാഷയ്ക്ക് ബോധ്യപ്പെട്ടു. അരിയില്ലാത്തതിനാൽ കാട്ടിലെ ചാവാലിക്കിഴങ്ങ് മണ്ണിനടിയിൽ നിന്നും പറിച്ചെടുത്ത് പുഴങ്ങി തിന്നാണ് തങ്ങൾ വിശപ്പടക്കുന്നതെന്ന് ആദിവാസി സ്ത്രീകൾ അന്ന് പറഞ്ഞത്. ഏറെ സഹതാപത്തോടെ കേട്ടുനിന്ന ജഡ്ജി കോളനിക്കാർക്ക് റേഷൻ സാധനങ്ങൾ കൃത്യമായി ലഭിക്കാൻ നടപടിയുണ്ടാകണമെന്ന് ഹൈക്കോടതിക്ക് നൽകിയ തന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചു. വൈകാതെ തന്നെ ഇതിന്റെ ഫലം കോളനിക്കാർക്ക് ലഭ്യമായി. ബുധനാഴ്ച 3ാം വട്ട സന്ദർശനത്തിനെത്തിയ ജില്ലാ ജഡ്ജിയോട് റേഷൻ അരിയും മണ്ണെണ്ണയും പഞ്ചസാരയും തങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ആദിവാസികൾ അറിയിച്ചു. ആദിവാസി കുടിലുകളിൽ ചെന്ന് അരിയും പഞ്ചസാരയും നേരിട്ട് കണ്ട് ജഡ്ജി ഇക്കാര്യം ബോധ്യപ്പെടുകയും ചെയ്തു. ആദിവാസികൾ ശേഖരിക്കുന്ന വനവിഭവങ്ങൾ വിൽപ്പന നടത്തുന്നത് സംബന്ധിച്ചും വനസംരക്ഷണ സേനയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്തിയ ജഡ്ജി കമാൽ പാഷ ഒരു വട്ടം കൂടി കോളനിയിലേക്ക് വരുമെന്ന് സൂചിപ്പിച്ചാണ് മടങ്ങിയത്. പ്രശസ്ത ജോൽസിനായിരുന്ന TMR കുട്ടിയെ മുറിയിൽ കെട്ടിയിട്ട് 69 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന സംഭവത്തിൽ കോടാലി ശ്രീധരന്റെ സംഘത്തിൽപ്പെട്ട 2 പേരെ തൃപ്രയാർ ക്ഷേത്ര കവർച്ച പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു.